ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിൽമി മലയാളിയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ദ ലോങ് വാക്ക് എന്ന ഒരു അടിപൊളി സർവൈവൽ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ വാ നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു അമ്മയും മകനെ കാണിക്കുന്നത്. ഇവൻ്റെ പേര് റേ. ഇവനാണ് നമ്മുടെ ഹീറോ. അമ്മയുടെ മുഖത്ത് അത്ര അങ്ങോട്ട് സന്തോഷമില്ല. നമ്മുടെ റേ അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷന് സെലക്ട് ആയിട്ടുണ്ട്. അവിടേക്കാണ് ഇവർ പോകുന്നത്. കോമ്പറ്റീഷൻ്റെ പേര് ദ ലോങ് വാക്ക്. പേര് പോലെ തന്നെ ഒത്തിരി ദൂരം നമ്മൾ നടക്കണം. ഈ കോമ്പറ്റീഷനിൽ ആരാണ് വിൻ ചെയ്യുന്നത് അവർക്ക് പേര്, പ്രശസ്തി, പണം, അവരാഗ്രഹിക്കുന്ന ഏത് കുഞ്ഞാഗ്രഹം സാധിച്ചു കിട്ടും. മറിച്ച് നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ അടുത്ത സെക്കൻഡ് അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവരുടെ ഈ ഗെയിം രാജ്യം മുഴുവൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. കൂടാതെ ഈ കോമ്പറ്റീഷനിൽ ഒരാൾക്ക് മാത്രമേ വിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അവൻ്റെ അമ്മ വീണ്ടും വീണ്ടും റേയോട് ചോദിക്കുന്നുണ്ട്, ഈ കോമ്പറ്റീഷന് പോകണമെന്ന്. ഇല്ലമ്മ, എനിക്ക് പോകണം, ഞാനത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇവരുടെ രാജ്യത്ത് ഒരു യുദ്ധം നടക്കും. അതിൽ ഇവരുടെ രാജ്യം നല്ല പോലെ ഡൗൺ ആയി, മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകാനായിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഇവർ നടത്തി വന്നിരുന്നത്. ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കും. ഒരു വിധേന ഇവർ ട്രാവൽ ചെയ്ത് അവിടെ എത്തി. അവിടെ ചുറ്റിനും സോൾജേഴ്സ് ഉണ്ട്. കൂടാതെ കോമ്പറ്റീഷന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ റേ അമ്മയ്ക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഹഗ്ഗും കൊടുത്ത് അമ്മയെ പറഞ്ഞയക്കും. അവിടെ വെച്ച് മീറ്റ് ചെയ്ത പീറ്റർ എന്ന പയ്യനായിട്ട് റേ അങ്ങ് ക്ലോസ് ആകും. അവർ രണ്ടുപേരും മറ്റ് കണ്ടസ്റ്റൻസ് ഇരിക്കുന്നിടത്തേക്ക് പോയിരിക്കും. ഇപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന 4-5 പയ്യന്മാരായിട്ട് ഇവർ കൂട്ടുകൂടും. ഇവൻ്റെ പേര് ഹാങ്ക്. തൊട്ടപ്പുറത്തിരിക്കുന്നവനാണ് ബേക്കർ. പിന്നെ തൊപ്പിക്കാരൻ്റെ പേര് സ്റ്റീഫൻ. തൊട്ടപ്പുറത്ത് ഒരു മുടീന് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു കുഞ്ഞ് കണ്ടസ്റ്റന്റ് വരും. അവൻ്റെ പേര് കേർലി. അവനും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വളരെ ആവശ്യത്തോടെ വന്നിരിക്കുന്നത്. ഇന്നേരം അവിടേക്ക് മേജർ വരും. വന്ന പാടെ ഇവരെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരു ടാഗ് കൊടുത്ത് അവരെ എല്ലാവരും വരിക്ക് നിർത്തി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത് യുദ്ധം നടന്നതിന് ശേഷം ഇന്നും ജനങ്ങളും ഈ രാജ്യവും അതിൽ നിന്ന് റിക്കവറി ആയിട്ടില്ല. നമ്മുടെ ടൗണെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇൻഡസ്ട്രീസ് എല്ലാം താറുമാറായി കിടക്കുന്നു. കൂടാതെ ജനങ്ങളെല്ലാം മോട്ടിവേഷൻ ഇല്ലാതെ മടിയന്മാരായി മാറിയിരിക്കുന്നു. ഈ ഒരു കാരണത്താല ദ ലോങ് വാക്ക് എന്ന കോമ്പറ്റീഷൻ നടത്തുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾ IPL മാതിരി കാണുന്നത്. നമ്മുടെ ജനങ്ങൾ ചുറുചുറുക്കോടെ ഈ കോമ്പറ്റീഷൻ വാച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരേ ഒരു അസുഖം ലേസിനെസ്സാണ്. അത് മാറ്റാൻ ഈ കോമ്പറ്റീഷന് സാധിക്കും. ഈ കോമ്പറ്റീഷൻ കാണുന്ന ജനങ്ങൾക്ക് കൂടുതൽ വീറും വാശിയും കൊടുത്ത് ജീവിതത്തിലും വിജയിക്കണമെന്ന മോട്ടിവേഷൻ കൊടുക്കുന്നു. നിങ്ങളും വീറും വാശിയോടെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയികളാകാൻ ശ്രമിക്കുക. ഇനി ഈ ഗെയിമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഓരോ മണിക്കൂറിലും നിങ്ങൾ 3 മൈൽ ദൂരം താണ്ടിയിട്ടുണ്ടാകണം. ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റാതെ വന്നാൽ ഞങ്ങളുടെ ആളുകൾ നിങ്ങൾക്കൊരു ഫസ്റ്റ് വാർണിംഗ് തരും. അതിലെ നിങ്ങളുടെ തെറ്റ് കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ 3ാമത്തെ വാർണിംഗിന് ശേഷം നിയമം തെറ്റിച്ചവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ട് ഇത് കേട്ടു നിൽക്കും. ഈ ഗെയിം കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരം നടന്നു വരുന്നൊരു കോമ്പറ്റീഷനാണ്. ഇത്രയൊക്കെ പറഞ്ഞ് മേജർ മുകളിലേക്ക് ഷൂട്ട് ചെയ്യും. ഉടനെ എല്ലാവരും നടക്കാൻ ആരംഭിക്കും. ഇവരെ ഫോളോ ചെയ്ത് മുൻപിലും പിൻപിലായിട്ട് സോൾജേഴ്സ് വണ്ടിയിൽ തോക്കും പിടിച്ചു വരുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഇവന്മാർ ചെയ്താൽ അതോടെ ഇവന്മാരുടെ കഥ അങ്ങ് സോൾജേഴ്സ് അവസാനിപ്പിക്കും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നടന്നു നീങ്ങി. ഏകദേശം 7 കിലോമീറ്റർ നടന്ന് നീങ്ങി. ഒന്നും മിണ്ടാതെ നടക്കുമ്പോൾ ഭയങ്കര ബോറടി. അതിനാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് നടക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ ഇവരുടെ ഗാങ്ങിൽ ഒരുത്തൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഗെയിമിൽ വിൻ ചെയ്താൽ നിറയെ പണം ചോദിക്കും. ചേച്ചേ, പണം മാത്രം നേടിയിട്ട് എന്ത് കിട്ടാനടാ എന്ന് റേയും അവനോട് ചോദിക്കും. അങ്ങനെ എല്ലാവരും നല്ല ജോളിയായിട്ട് സംസാരിച്ച് നടന്നു നീങ്ങുമ്പോൾ ഇവരുടെ ഗാങ്ങിലേക്ക് ഒരു സ്പെക്സ് വെച്ച് ഒരുത്തൻ എൻട്രി അടിക്കും. സത്യത്തിൽ അവനൊരു റൈറ്ററാണ്. ഇവൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിൻ ചെയ്ത അതിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അതുമൂലം നാട്ടിൽ ഫേമസ് ആവണം. അതാണ് അവൻ്റെ ആഗ്രഹം. എടാ മണ്ട, നീ വിൻ ചെയ്താലേ ഫേമസ് ആകും. അതിന് നീ ഇത് റൈറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് ഫേമസ് ആവണമെന്നൊന്നുമില്ല എന്നും പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കും. ഇന്നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ പയ്യനില്ലേ കേളി, അവന് നടക്കാൻ പറ്റാതെ വരും. കാല് ഭയങ്കരമായിട്ട് വേദനിക്കും. ഈ ടൈമിൽ റേ വന്ന് അവനെ പിടിച്ച് നടക്കാൻ ഹെൽപ്പ് ചെയ്യും. പീറ്റർ അവനോട് ധൈര്യമായിട്ട് നടക്കുക, നിന്നെ കൊണ്ട് നടക്കാൻ സാധിക്കും എന്നൊക്കെ പറയും. പക്ഷേ വേദന കൊണ്ട് അവന് നടക്കാൻ സാധിക്കില്ല. അവിടെ തന്നെ ഇരിക്കും. വേറൊരു വഴിയില്ലാതെ ഹീറോ തിരിഞ്ഞ് നടക്കാൻ ആരംഭിക്കും. ഇപ്പോൾ സോൾജർ വന്ന് ഫസ്റ്റ് വാർണിംഗ് അവന് കൊടുക്കും. പക്ഷേ അവനെ കൊണ്ട് ഇനി ഒരു അടി പോലും നടക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു വെടി പൊട്ടുന്ന ശബ്ദം ഹീറോയും കൂട്ടരും കേൾക്കും. ഇതോടെ അവൻ്റെ കഥ തീരും. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും പേടിയാകും. ചേച്ചേ, ഇതൊന്നും കണ്ട് പേടിക്കാതെ, ഇനി പോകും തോറും എത്ര ആളുകൾ മരിക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ധൈര്യത്തോടെ സ്ട്രോങ് ആയിട്ട് നടക്കുക. ഇപ്പോൾ ഏകദേശം 17 കിലോമീറ്റർ ഇവർ നടന്നു നീങ്ങിയിട്ടുണ്ട്. ഇനി എത്ര ദൂരം നമ്മൾ ഇതുപോലെ നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഹീറോ. എടാ,
എത്ര ദൂരം നടക്കണമെന്ന് ചിന്തിക്കാതെ നമ്മുടെ ലക്ഷ്യം നടന്ന് ജയിക്കണമെന്നുള്ളതാ, അത് മാത്രം മനസ്സിലുറപ്പിച്ച് നടക്കാൻ നോക്ക്. അങ്ങനെ വീണ്ടും ഉഷാറോടെ ഹീറോയും അവൻ്റെ ടീംസും നടക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇടയിൽ നല്ലൊരു ബോണ്ടിങ് തന്നെ ഉണ്ടായി. അങ്ങനെ അവർ നടന്നു നീങ്ങുമ്പോൾ ഈ ടീമിൽ ഒരു പയ്യൻ സീഷർ വന്ന് താഴെ വീഴും. അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അത് കണ്ട് വിഷമായി. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരും നിസ്സഹായരാ. ഇന്നേരം ഇവരുടെ ഒപ്പമുള്ള ഒരു സൈക്കോ പയ്യൻ അവൻ താഴെ വീണെടുക്കുന്ന പയ്യനെ കളിയാക്കി അവൻ്റെ മുകളിലൂടെ ചാടി കിടക്കും. പിന്നെ എന്ത് സംഭവിച്ചു എന്നാൽ സോൾജർ വാണിംഗ് കൊടുക്കും. പക്ഷെ അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കില്ല. അതോടെ അവൻ്റെ കഥയും അവർ തീർക്കും. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും സങ്കടമാകും. പക്ഷെ നമ്മുടെ സൈക്കോ പയ്യനില്ലേ, അങ്ങനെ ഒരാളും കൂടി വീണു. നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂടി വരിക. എൻജോയ് ഗൈസ് എന്നും പറഞ്ഞ് ആ ഭ്രാന്തൻ നടന്നു വരിക. ഇപ്പൊ 25 കിലോമീറ്റർ പിന്നിട്ടു. നമ്മുടെ സൈക്കോ ചെറുക്കൻ വേറൊരു പയ്യനെ അവന്റെ വീട്ടുകാരെ വേണ്ടാത്ത പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും. ഇത് കേട്ടതും ടെൻഷനായി അവൻ സൈക്കോനെ അടിക്കാൻ വരുമ്പോൾ താഴെ വീഴും. വീണ പാടെ അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ല. സോൾജർ 1, 2, 3 വാണിംഗ് കൊടുക്കും. പക്ഷെ അവനെ കൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കില്ല. ഇതോടെ അവന്റെ ജോലിയും സോൾജേഴ്സ് തീർക്കും. ഇതെല്ലാം കണ്ട് സൈക്കോ ഹാപ്പിയാകും. ബാക്കി എല്ലാവർക്കും നല്ല പോലെ ടെൻഷനായി. അവർ ഈ സൈക്കോയെ ചീത്ത വിളിക്കും. ഇപ്പൊ അടുത്തു വരുത്താൻ നടക്കാൻ പറ്റാതെ ഇരിക്കാൻ ശ്രമിക്കും. ഉടനെ സോൾജർ വന്ന് 3 വാണിംഗ് കൊടുത്ത് ലാസ്റ്റ് അവനെയും ഫിനിഷ് ചെയ്യും. ഇത് കണ്ട് സൈക്കോയ്ക്ക് സന്തോഷമായി. നേരെ ഇരുട്ടി ഇവരെല്ലാവരും നടന്നുകൊണ്ടിരിക്കാം. നമ്മുടെ ഹീറോയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നവരെ സ്വപ്നം കാണും. ഇവൻ്റെ ഈ നടത്തും മറ്റും കാര്യങ്ങളും കണ്ട്, എടാ ഉറങ്ങാതെ നീ സാവധാനത്തിൽ നടക്കാൻ ആരംഭിച്ച അവന്മാർ നിന്റെ കഥ തീർക്കും. നിനക്ക് അധികം വൈകാതെ തന്നെ നിന്റെ അമ്മയെ കാണാൻ സാധിക്കും. നീ ധൈര്യമായിട്ട് ഉഷാറായിട്ട് നടക്കുമെന്ന് പീറ്റർ പറയും. ഇവന്റെ സാവധാനത്തിലുള്ള നടത്തം കണ്ട് സോൾജർ 1, 2 വാണിംഗ് കൊടുക്കും. അയ്യോ, അടുത്തിൽ നമ്മുടെ കഥ തീർക്കല്ലോ എന്നളിച്ച് അവൻ പേടിച്ച് വേഗം നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് 3 മണിക്കൂർ പിന്നിട്ടു. നമ്മുടെ പീറ്റർ റേ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നടത്തിക്കും. പക്ഷെ ഹീറോയ്ക്ക് പീറ്ററിന്റെ മേലെ ഭയങ്കര ദേഷ്യം വരും. നീ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇത് പറയുന്നത് എനിക്കറിയാം. ഞാൻ മരിക്കാൻ വേണ്ടി നീ കാത്തിരിക്കില്ലേ എന്നൊക്കെ റേ പീറ്ററിനോട് ചോദിക്കും. പക്ഷെ പീറ്റർ ഒരു അക്ഷരം പോലും മറുത്ത് പറയാതെ നടക്കും. ഇപ്പോൾ അവർ നടന്നു നീങ്ങുന്നത് നിരപ്പായ റോട്ടിലൂടെയല്ല, ഒരു 1.5 കയറ്റ. അത് അവർക്ക് ഇപ്പം നടക്കുന്നതിനേക്കാളും ഇരട്ടി ബുദ്ധിമുട്ട് കൊടുക്കും. കുറേ പേര് താഴെ വീഴും. അവരൊക്കെ ഒരു ദാക്ഷിണ്യമില്ലാതെ വെടിവെച്ച് കൊല്ലും. നമ്മുടെ റേ ഒക്കെ ഇത് കണ്ട് പേടിച്ച് ഇനി നമ്മളെയും വെടിവെച്ച് കൊല്ലുമല്ലോ എന്ന് ചിന്തിച്ച് ഫാസ്റ്റായിട്ട് നടക്കാൻ ആരംഭിക്കും. ഒപ്പം നമ്മുടെ പീറ്റർ റേയുടെ കൈ പിടിച്ച് അവനെ നടക്കാൻ സഹായിക്കും. ഇതെല്ലാം കണ്ട് റേക്ക് ഭയങ്കര സങ്കടമാകും. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ആളെയല്ലേ നേരത്തെ ചീത്ത വിളിച്ചതെന്ന് ആലോചിച്ച്, സോറിടാ പീറ്റർ, അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു, സോറി. അത് സാരമില്ലടാ, ഞാനത് കാര്യമാക്കിയിട്ടില്ല. നമുക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ സാധിക്കും, നീ നടക്ക്. അങ്ങനെ അവർ നടന്ന് ഇപ്പോൾ നേരം വെളുത്തു. ഏകദേശം 59 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഹീറോ ഭയങ്കരമായിട്ട് ടയർഡായി. എടാ പീറ്റർ, നീ എന്തേലൊക്കെ ഒന്ന് പറയേ, എന്നാലേ എൻ്റെ ക്ഷീണം മാറുള്ളൂ. ശരിടാ. റേ, നീ എന്തിനാ ഈ കോമ്പറ്റീഷന് വന്നത്? അത് നീ വിചാരിക്കുന്ന പോലെ എനിക്ക് കാശിന് വേണ്ടി മാത്രമൊന്നല്ല ഞാൻ ഈ കോമ്പറ്റീഷന് വന്നത്, വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്നേരം ഇവരുടെ ടീമിലെ ഹാങ്ക് അവൻ ആകെ ടയർഡായി ഏന്തി നടക്കുന്നത്. ഇത് കണ്ട റേ, ഹാങ് നിന്റെ നടത്തം ശരിയല്ല, നീ സൂക്ഷിച്ച് നടക്ക്. അവനും ഞാൻ നോക്കി നടന്നുകൊണ്ടെന്ന് പറയും. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ റൈറ്ററിലെ അവനെ കൊണ്ട് ഇപ്പോൾ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ്റെ കാലെല്ലാം ഒരു മാതിരി ട്വിസ്റ്റ് ആയിട്ടുണ്ടാകും. വേദന സഹിക്കാൻ പറ്റാതെ അവൻ താഴെ വീഴും. ഇതോടെ അവനെയും വാണിംഗ് എല്ലാം കൊടുത്ത് ലാസ്റ്റ് കൊല്ലും. ഇത് കണ്ട സൈക്കോക്ക് പിന്നെയും സന്തോഷമാകും. അവൻ്റെ ആ പെർഫോമൻസ് നമ്മുടെ പീറ്ററിനെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എടാ, നീ ശരിക്കും ഒരു രാക്ഷസൻ തന്നെ, മറ്റുള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്തവനാ നീ എന്നും പറഞ്ഞ് അവനെ ചീത്ത വിളിക്കും. ഇവരെല്ലാവരും നടന്ന് 100 കിലോമീറ്റർ താണ്ടി. ഇതോടെ മേജർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സ്ട്രോങ്ങാണ് നിങ്ങളെല്ലാവരും, ഗുഡ്. അങ്ങനെ അവരെല്ലാവരും നടന്നു നീങ്ങുമ്പോൾ അവരുടെ ഗ്യാങ്ങിലെ ഒരു പയ്യൻ ആരും അറിയാതെ തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കും. ഇത് കണ്ട സോൾജേഴ്സ് അവൻ വാതിൽ തുറന്ന് അകത്ത് കയറുന്നതിന് തൊട്ട് മുൻപ് അവനെ വെടിവെച്ച് കൊല്ലും. ഇപ്പോൾ ഏകദേശം 103 കിലോമീറ്റർ ഇവർ നടന്നു കഴിഞ്ഞു. നമ്മുടെ ഈ ഗ്യാങ് വളരെയധികം ടയേർഡായി. എന്നിരുന്നാലും അതൊന്നും കാര്യമാക്കാതെ പരസ്പരം മിണ്ടിയും പറഞ്ഞും അവർ നടക്കും. ബേക്കർ ഇപ്പോൾ അവൻ്റെ സ്വപ്നം എന്താണെന്ന് പറയും. അതായത് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്താൽ ഒരുപാട് പണം കേൾക്കും. ആ പണം ഉപയോഗിച്ച് ഹെലികോപ്റ്റർ മേടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റും. ഉടനെ ഹാങ്, ഞാൻ വിൻ ചെയ്താൽ ഞാൻ 10 പെണ്ണുങ്ങളെ കേൾക്കും. ആ 10 പെണ്ണുങ്ങൾ ലവ് ചെയ്ത് ജോളിയായിട്ട് ഞാൻ നടക്കും. ഇതെല്ലാം കേട്ട പീറ്റർ, ഞാൻ ജയിച്ചാൽ 2 വിന്നേഴ്സ് വേണമെന്ന് പറയും. അടുത്ത് നമ്മുടെ റേഡൂട, ഞാൻ ജയിച്ചാൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം തന്നെ മാറ്റാൻ പറയും. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നേറുകയുള്ളൂ. ഇത് കേട്ട് മറ്റുള്ളവർ, എടാ അങ്ങനെയൊന്നും ഈ സിസ്റ്റം മാറ്റാൻ പറ്റില്ല, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാ,
അതുകൊണ്ട് ഈ സിസ്റ്റം മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരുപാട് രാത്രി മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എല്ലാവരും നടന്നു നീങ്ങി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഹീറോ ഒത്തിരി ടയേർഡായി. ഇന്നേരം പീറ്റർ അവൻ്റെ കൈ പിടിച്ച് അവനെ നടക്കാൻ സഹായിക്കും. കൂടാതെ നടക്കാനായിട്ട് നല്ല പോലെ അവനെ എൻകറേജ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം കാലത്ത് ഈ തുടർച്ചയായ നടത്തത്തിൽ ഓരോരുത്തരായിട്ട് ക്ഷീണം കൊണ്ട് വീഴാൻ ആരംഭിക്കും. അവരെ എല്ലാവരെയും ഒരു മനസ്സാക്ഷിയില്ലാതെ വെടിവെച്ച് കൊല്ലും. ഇതെല്ലാം കണ്ട് നമ്മുടെ റേ വീണ്ടും ഫാസ്റ്റായിട്ട് നടക്കാൻ ആരംഭിക്കും. ഇപ്പോഴാണ് ഹീറോ അവൻ്റെ കഥ പറയുന്നത്. അതായത് ഇവൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. മ്യൂസിക്, ഫിലോസഫി അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവനെ പഠിപ്പിച്ചിരുന്നു. ഇവനെ മാത്രമല്ല ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ വലിയ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതൊക്കെ നാടിന് തന്നെ ഗുണമില്ലാത്ത കാര്യമാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറയും. പക്ഷേ എൻ്റെ അപ്പന് ഈ ജോലി വിട്ട് മറ്റൊരു ജോലി ചെയ്യാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഒരു നാൾ എൻ്റെ അപ്പനെ പിടിച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു. ആ കൊന്നത് മറ്റാരല്ല, ഈ മേജറാ. ഞാൻ ഈ കോമ്പറ്റീഷനിൽ വന്നത് എൻ്റെ അപ്പന് വേണ്ടിയാണ്. ഞാൻ ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്താൽ ചോദിക്കാൻ പോകുന്നത് ഒരു ഗണ്ണാണ്. ആ ഗണ്ണ് ഉപയോഗിച്ച് ഈ മേജർ എനിക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലണം. അതാ എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇവരെ ഇതൊക്കെ സംസാരിച്ച് നടന്നു നീങ്ങുമ്പോൾ ഇവരുടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഈ ടാങ്കറിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് എന്നെ കൊണ്ട് ഇനി നടക്കാൻ വയ്യ, എന്നെ രക്ഷിക്കേ പ്ലീസ് എന്ന് പറഞ്ഞ് കരയും. നമ്മുടെ മേജർ അവനെ രക്ഷിക്കും. ആ ടാങ്കർ അവൻ്റെ ദേഹത്തൂടെ കയറ്റി ഇറക്കി അവന് പരലോകത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് കൊടുക്കും. എല്ലാവരും ജീവനിൽ പേടിച്ച് നടന്നു നീങ്ങി. ഇപ്പം മറ്റൊരുത്തൻ ഇത്രയും ദൂരം നടന്ന് അവൻ്റെ മൈൻഡൊക്കെ മാറി. ഡ്രസ്സെല്ലാം ഊരി വേറെ ഏതോ ഒരു ഡയറക്ഷനിൽ നടക്കാൻ ആരംഭിച്ചു. ഉടനെ അവൻ്റെ കഥയും സോൾജേഴ്സ് തീർക്കും. ഏകദേശം 201 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റീഫൻ റേയുടെ അടുത്ത് വന്ന് ഹാങ്ങിന് വയ്യാൻ തോന്നും, അവനെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഉടനെ റേ ഹാങ്ങിൻ്റെ അടുത്ത് ചെന്ന് നിന്നെ കൊണ്ട് നടക്കാൻ സാധിക്കും, നടക്കെന്ന് പറഞ്ഞ് അവനെ എൻകറേജ് ചെയ്യും. എന്നാൽ ഇനിയും നടന്നാൽ രക്തം ഛർദ്ദിച്ച് അവൻ ചാവും. ഹാങ് വേഗം മേജറുടെ വണ്ടിയുടെ അടുത്ത് പോയി അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് മേടിച്ച് അയാളെ ഷൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ അതിനു മുമ്പ് അവൻ്റെ കഥ സോൾജേഴ്സ് തീർക്കും. ഇത് കണ്ട് വിഷമിച്ച ബേക്കർ അവൻ്റെ അടുത്തോട്ട് പാഞ്ഞു വരും. ബേക്കറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഹാങ്. അവൻ വാ വിട്ട് കരയും. ഉടനെ റേ വന്ന് ബേക്കറിനെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോകും. ഏകദേശം 209 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. അങ്ങനെ 4ാമത്തെ ദിവസമായി. ഇപ്പോൾ ആരൊക്കെ കോമ്പറ്റീഷന് ഉള്ളതെന്ന് വെച്ചാൽ റേ, പീറ്റർ, ബേക്കർ, സൈക്കോ, സ്റ്റീഫൻ പിന്നെ പാർക്കർ. ഇവർ 6 പേരും പരസ്പരം മിണ്ടിയും സംസാരിച്ച് നടന്നു നീങ്ങി. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഹാങ്ങിൻ്റെ മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ ഇപ്പോൾ മരിച്ചുപോയി. അവൻ്റെ ഭാര്യ തനിയായി. തീർച്ചയായും ഇതിലാര് വിൻ ചെയ്താലും അവൾക്ക് കുറച്ച് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനം അവരെടുക്കും. ഇന്നേരം നമ്മുടെ സൈക്കോ റേയുടെ അടുത്ത് വന്ന് സോറിഡാ, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങളുടെ ഗാങ്ങിൽ എന്നെയും കൂട്ടു. ശരി, പക്ഷേ നീ തെറ്റായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് ഹീറോ പറയും. ഇപ്പൊ വീണ്ടും സൈക്കോ ഒരു പ്രാന്തനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. കൂടാതെ സ്വയം അവൻ കഴുത്തിൽ കുത്തി താഴെ വീഴും. ഉടനെ സോൾജർ വന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവൻ മരിച്ചതാലോചിച്ച് അവരാരും അത്രയ്ക്ക് അങ്ങോട്ട് സങ്കടപ്പെടില്ല. നടന്ന് വല്ലാതെ അവർ ടയേർഡായിട്ടുണ്ടാകും. എന്നിരുന്നാലും അവർ ഒരു വിധേന നടന്നു നീങ്ങി. ഏകദേശം 260 കിലോമീറ്റർ താണ്ടി. ഇന്ന് 5ാമത്തെ ദിവസം. ഇനി ഇവർ പോകാൻ പോകുന്ന ഏരിയ നമ്മുടെ റേയുടെ അമ്മ താമസിക്കുന്ന ഏരിയയിലൂടെയാണ്. നിന്റെ ഭാഗ്യം റേ, നിനക്ക് നിന്റെ അമ്മയെ കാണാലോ. അതൊരിക്കലും ഒരു ഭാഗ്യമല്ലടാ. അവൻ്റെ അമ്മയെ കാണുമ്പോൾ അവന് എന്തോരം സങ്കടം ഉണ്ടാകും, അവൻ്റെ അമ്മയ്ക്ക് എന്തോരം വിഷമമുണ്ടാകും. അങ്ങനെ പറഞ്ഞ് നടന്ന് അവരുടെ അമ്മയെ താമസിക്കുന്ന ടൗണിലേക്ക് എത്തി. ഇന്നേരം നമ്മുടെ ഹീറോയുടെ ഒരു ഷൂ പൊളിഞ്ഞ് നാശമായിട്ടുണ്ടാകും. ഉടനെ എല്ലാവരും റേയോട് ഷൂ ഊരി നടക്കാൻ പറയും. ഇല്ലെങ്കിൽ അവൻ്റെ നടത്തം സാവധാനത്തിലായി മാറും. കൂടാതെ അവൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ചെയ്യും. അങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മ അവനെ നോക്കി സങ്കടപ്പെട്ട് വീണ്ടും മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മയെ കണ്ടതും ഹീറോ അവിടേക്ക് ഓടിച്ചെല്ലും. അയ്യോ, അടുത്തേക്ക് വരാതെ മോനെ, കോമ്പറ്റീഷന്റെ റൂൾസ് ബ്രേക്ക് ആകും. അപ്പോഴേക്കും പീറ്റർ വന്ന് റേയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എന്നിരുന്നാലും റേയ്ക്ക് ഭയങ്കര വിഷമാകും. ഇപ്പോഴാണ് പീറ്റർ അവന്റെ സ്റ്റോറി പറയുന്നത്. അവന് വളരെ ചെറുപ്പത്തിൽ യുദ്ധത്തിന്റെ സമയത്ത് അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടും. പിന്നീട് അവൻ അവന്റെ അമ്മാവന്റെ കൂടെ നിന്നിരുന്നത്. അയാൾ ഇവനെ ഒരുപാട് ഉപദ്രവിക്കായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അയാളും മരിച്ചു. ഇതോടെ അവന്റെ ബാല്യം നാട്ടു റോട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടെയുള്ള മറ്റു കുട്ടികളുടെ കൂടെ നടന്ന് പോക്കറ്റ് അടിച്ചും പിടിച്ചുപറി നടത്തിയാണ് അവൻ ജീവിച്ചു വന്നത്. ഒരിക്കൽ ഇവനും മറ്റൊരുത്തരും തമ്മിൽ വഴക്കുണ്ടായി. അവൻ കത്തിവെച്ച് പീറ്റർ കുത്തി പരിക്കേൽപ്പിച്ചു. പീറ്റർ കണ്ണു തുറന്നു നോക്കിയാൽ അവൻ ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാൻ അവന് കുറ്റം പറയില്ല, എന്നെ തന്നെ കുറ്റം പറയാം. നമ്മൾ എത്ര വലിയ പ്രശ്നത്തിൽ പോയി വീണാലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീങ്ങലേ നമുക്ക് ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ച അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടക്കാനായിട്ടാണ് ഈ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്. ഞാൻ വിൻ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പണം അനാഥാലയത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കും. അവർ ഒരുപാട് കഷ്ടപ്പെട്ട വളരുന്നുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിനും നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടാനും ഈ പണം ഉപകരിക്കും. ഇതെല്ലാം കേട്ട് റേയ്ക്ക് ഭയങ്കര സങ്കടമാകും. 306 കിലോമീറ്റർ ഇവർ നടന്നു നീങ്ങി.
ഇപ്പോൾ നമ്മുടെ ബേക്കിന്റെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. എന്നിരുന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ നടന്നു നീങ്ങി. ഇനിയും എന്നെക്കൊണ്ട് നടക്കാൻ വയ്യെന്നും പറഞ്ഞ് പാർക്കുലർ സോൾജറിന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ചു മേടിച്ച് സ്വയം വെടിവെച്ച് മരിക്കും. ഈ കാഴ്ച കണ്ട് മനസ്സിന് കട്ടിവരുത്തി അവർ എല്ലാവരും നടന്നു നീങ്ങി. നമ്മുടെ ബേക്കറിന് ഒട്ടും വയ്യാതെ അവന്റെ മൂക്കിൽ നിന്ന് കുടാന്ന് രക്തം ഒഴുകി തുടങ്ങി. പീറ്ററും റേയും അവനെ ചേർത്ത് പിടിച്ചു നടക്കും. ഇനിയും തന്നെ കൊണ്ട് നടക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ ഇവരുടെ കൈ തട്ടിമാറ്റി അവിടെ തന്നെ നിൽക്കും. ഇതോടെ അവനെയും അവർ കൊല്ലും. ഇതെല്ലാം കണ്ട് ഇവര് എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്ത് നടന്നു നീങ്ങി. രാത്രിയായി. മേജർ വരെ 3-നെയും വാച്ച് ചെയ്തു വരിക. ഹീറോയ്ക്ക് മേജറെ കാണുമ്പോൾ തന്നെ ടെൻഷനാകും. ഇനി നിങ്ങൾ 3 പേരിൽ ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്, ആരൊക്കെ മരിക്കാൻ പോകുന്നത് എന്ന് അധികം വൈകാതെ അറിയാം. ഇപ്പോൾ ഇവർ നടന്നു നീങ്ങുമ്പോഴാണ് സ്റ്റീഫൻ അവന്റെ കഥ പറയുന്നത്. സത്യത്തിൽ അവൻ ഈ മേജർക്ക് മറ്റൊരു പെണ്ണിലുണ്ടായ മകനാണ്. അവന്റെ ആഗ്രഹം അവന്റെ അച്ഛൻ അവനെ അംഗീകരിച്ച് മേജറിന്റെ കൂടെ അയാളുടെ വീട്ടിൽ താമസിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഫ്രണ്ട്സ്, എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചേക്ക്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിൽക്കും. നിന്നാ പിന്നെ എന്താ ഉണ്ടാകുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവനെയും തീർക്കും. ഇനി ബാക്കിയുള്ളത് റേയും പീറ്ററുമാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് നടക്കും. നമ്മുടെ കൂടെ എത്രയോ പേർ ഈ കോമ്പറ്റീഷന് പങ്കെടുത്തു. അവരാരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ഇനി ബാക്കിയുള്ളത് നമ്മൾ 2 പേരാണ്. നമ്മുടെ ലക്ഷ്യം മനസ്സിൽ വെച്ച് വീറും വാശിയോടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ സാധിക്കും. വിട്ടുകൊടുക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങിക്കോ. ഇപ്പോൾ ഏകദേശം 330 കിലോമീറ്റർ താണ്ടി. ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ടൗണിലൂടെയാണ്. അവിടെയുള്ള ആളുകൾ ഇവർക്ക് കട്ട സപ്പോർട്ട് തന്നെ കൊടുക്കും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ പീറ്റർ നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഉടനെ ഹീറോ വന്ന് അവനെ എഴുന്നേൽപ്പിക്കും. നടക്കടാ, വാ പ്ലീസ് എന്ന് പറയും. ഇല്ല, നിനക്ക് വേണ്ടി നിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ട്, നീ ജയിക്കണം. എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ ഇതൊന്നും ഹീറോ സമ്മതിക്കില്ല. അതൊന്നുമില്ല, നീ വാ, നമുക്ക് 2 ആൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താം. അങ്ങനെ വീണ്ടും 2 പേരും ഒരുമിച്ച് നടക്കാൻ ആരംഭിച്ചു. ആ നടത്തത്തിന്റെ ഒരു ഘട്ടത്തിൽ പീറ്റർ പോലും അറിയാതെ റേ നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഓൾറെഡി അവന് 2 വാണിംഗ് കിട്ടിയതല്ലേ. ഇതോടെ അവരെ ഷൂട്ട് ചെയ്യും. ഇത് കണ്ട് പീറ്റർ ഭയങ്കരമായിട്ട് കരയും. തനിക്ക് വേണ്ടി റേ സ്വയം വിട്ടുകൊടുത്തതാണെന്ന് പീറ്റർക്കറിയാം. അവന് ഒത്തിരി വിഷമാകും. മേജറിന്റെ കയ്യാലാണ് റേ മരിച്ചത്. ശേഷം മേജർ പീറ്ററിനെ നോക്കി, മോനെ, നീ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും കേൾക്കാം. അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാം ഇവനെ നോക്കി സന്തോഷം കൊണ്ട് ഒച്ചയും ബഹളമൊക്കെ വെക്കും. പക്ഷെ നമ്മുടെ പീറ്ററിന്റെ നെഞ്ചിൽ ഒരു കല്ല് വെച്ച ഭാരാണുള്ളത്. എനിക്ക് എൻ്റെ മകന് വേണ്ടി ഒരു ഗണ്ണ് വേണമെന്ന് കേൾക്കും. ഉടനെ മേജർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് കൊടുക്കും. അത് കിട്ടിയ പാടെ പീറ്റർ ആ ഗണ്ണ് മേജർക്ക് നേരെ ചൂണ്ടും. പിന്നെ ഒരു നിമിഷം പോലും സമയം കളയാതെ തൻ്റെ റേയ്ക്ക് വേണ്ടി താൻ ഇത്രയെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മേജറെ ഷൂട്ട് ചെയ്യും. അവസാനം ആ ഗണ്ണ് അവിടെ ഇട്ട് റേയുടെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന സന്തോഷത്തിൽ അവിടുന്ന് തിരിച്ച് ആ മഴയിൽ തന്നെ അവൻ നടന്നു നീങ്ങും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബൈ.